ജോർജ് കുര്യനെ കൊണ്ടുവരുമ്പോൾ പല ലക്ഷ്യങ്ങൾ BJPക്ക് ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. അത് കാരണം കൊണ്ടാണോ തഴയുന്നത്? അത് BJP ഒരു കാര്യം ചെയ്യുന്നതിന് പിന്നിൽ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് എക്സ്പോസ്ഡ് ആവുന്ന ഒരു സന്ദർഭമാണ് ജോർജ് കുര്യൻ രാജ്യസഭാംഗത്വം പുതുക്കി നൽകാത്തത്. അദ്ദേഹത്തിന് ഇനി സീറ്റില്ല. രാജ്യസഭാംഗം അല്ലാതാവുന്നതോടെ എന്താണ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം പുറത്താവുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പുതുക്കി നൽകുന്നില്ല എന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് ഇപ്പോൾ. കാരണം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ NDA സർക്കാരിൽ ഒറ്റ മുസ്ലിം മന്ത്രിയില്ല, ഒരു മുസ്ലിം മന്ത്രിയില്ല. കാരണം BJPക്ക് മുസ്ലിം MP മാരില്ല. പിന്നെ MP മാരുള്ളത് JDU-നാണെന്ന് തോന്നുന്നു. പക്ഷേ ആരെയും മന്ത്രിയാക്കിയിട്ടില്ല. അപ്പോൾ അതിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. ഞങ്ങൾ ഉമ്മാരെ ആക്കുന്നില്ല എന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. അതിന് മുമ്പ് നജ്മ ഹെപ്തുള്ളയും അതിൽ മുക്താർ അബ്ബാസ് നഖ്വിയൊക്കെ MJ അക്ബർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് മുസ്ലിം മന്ത്രിമാരായിരുന്നു മുൻ മോദി സർക്കാരിൽ. ഇതിൽ മുസ്ലിം മന്ത്രിമാരില്ല. പിന്നെയുള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ സിഖ് മന്ത്രിമാരുണ്ട്. ഹർദീപ് സിംഗ് പുരി സിഖാണ്. മറ്റൊരു സിഖ് മന്ത്രി കൂടിയുണ്ട്. ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള കിരൺ റിജിജു ഉണ്ട്. മറ്റൊരാൾ കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരേ ഒരു ക്രിസ്ത്യൻ മന്ത്രിയാണ് ജോർജ് കുര്യൻ. അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ഒരേ ഒരു പ്രതിനിധി. അതിനി വേണ്ട എന്നാണ് തീരുമാനിക്കുന്നത്. അതിന് വേണ്ടാന്ന് തീരുമാനിച്ചാൽ ഇനി പുതുതായിട്ട് ആരെങ്കിലും ക്രിസ്ത്യൻ മിനിസ്റ്റർ എടുക്കുമെന്ന് വെച്ചാൽ ഇല്ല, വേറെ ആളില്ല. രാജ്യസഭയെന്നോ ലോക്സഭയെന്നോ ഈ പറയുന്ന BJPക്ക് ഒരാൾ വേണ്ടേ ആക്കാൻ വേണ്ടി? ആളില്ല. അപ്പോൾ മുമ്പ് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രി വേണ്ട എന്ന് തീരുമാനിച്ച പോലെ ഇനി മുതൽ ക്രിസ്ത്യാനിൽ നിന്നും വേണ്ട. അതായത് ഈസ്റ്റർ നയതന്ത്രവും ക്രിസ്ത്യൻ ഔട്ട്റീച്ചും നമുക്ക് അവസാനിക്കുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. കാരണം ഈ അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അതിനുള്ള പ്രതീക്ഷകൾ അവർ അസ്തമിച്ചു എന്ന് തോന്നുന്ന ഒന്നാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. കുറേ കൂടി ഊർജ്ജസ്വലമായി അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ വലിയ ദൗത്യ സംഘത്തെ അയക്കുന്നു ഛത്തീസ്ഗഡിലേക്ക്. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കുറേ കൂടി വ്യാപകമാക്കാൻ നോക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും മുന്നോട്ട് പോയതാണ്. പക്ഷേ അത് വലിയ തോതിൽ തിരിച്ചടിച്ചിട്ടുണ്ട് BJPക്ക്. അവർക്ക് അതുകൊണ്ട് കാര്യമായ ഗുണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ BJP കാര്യമായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്തിന് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നലാകാം ജോർജ് കുര്യൻ്റെ പുറത്തേക്ക് പോകുന്നതിൻ്റെ ആധാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. പകരം സദാനന്ദൻ മാസ്റ്റർ ആവുക, അത് കൃത്യമായ പൊളിറ്റിക്കൽ മെസ്സേജിങ്ങാണ്. കാരണം നമുക്കറിയാം ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നേരിട്ട പീഡനത്തിനെതിരെ അവരെ പുറത്തിറക്കാൻ വേണ്ടി BJP ദൗത്യ സംഘത്തെ അയക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മറ്റ് സംഘപരിവാർ നേതാക്കൾ അതിനെതിരെ പരസ്യമായ രംഗത്ത് നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ TP സെൻകുമാറുണ്ട്, RV ബാബു ഉണ്ട്, ശശികല ടീച്ചറുണ്ട്. എത്രയോ പേർ പരസ്യമായി പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഇവരെ പുറകെ നടക്കുന്നത്, ഇവർ മറ്റേ റൈസ് ബാഗ്സ് ആണ്, മിഷണറികളാണ്, മതം മാറ്റാൻ നടക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി BJPക്ക് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാറിൽ തന്നെ രണ്ട് അഭിപ്രായമുള്ള വിഷയമാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്. അപ്പോൾ ഇനി അത് വേണ്ട എന്ന് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ജോർജ് കുര്യൻ പുറത്തേക്ക് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു.